Jungle. നമസ്കാരം. UQ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രശസ്ത നോവലിസ്റ്റ് നന്ദനാരെ അനുസ്മരിച്ചു. സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്ന പേരിൽ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്ക് പരിശീലനം. ജില്ലാ പഞ്ചായത്ത് കിഡ്നി ഫണ്ടിലേക്ക് മങ്കട ഉപജില്ല 5 ലക്ഷം രൂപ നൽകി. കട്ടിലശ്ശേരിയും ഖിലാഫത്ത് സമരവും സെമിനാർ പെരിന്തൽമണ്ണയിൽ. ഞാൻ സീമ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. നന്ദനാരുടെ കൃതികൾ ഇന്നും പ്രസക്തമാണെന്ന് പ്രശസ്ത ചെറുകഥാകൃത്ത് KV അഷ്ടമൂർത്തി പറഞ്ഞു. അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നന്ദനാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂറ്റാണ്ടിന്റെ മാറ്റമാണ് നന്ദനാരുടെ കൃതികൾ കേരളത്തിൽ വരുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉണ്ണിക്കുട്ടന്റെ ഒരു ദിവസം എന്ന നോവൽ കേരളീയ ജീവിതത്തിൽ എല്ലാ വശങ്ങളിലും മാറ്റമുണ്ടാക്കിയതായും അഷ്ടമൂർത്തി പറഞ്ഞു. ഡെപ്യൂട്ടി HM TN രാജു അധ്യക്ഷത വഹിച്ചു. നന്ദനാരുടെ മകൻ സുധാകരൻ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ NP വിജയകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. VK വേണുഗോപാലൻ, MK സതീശൻ, N ജയശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ അവാർഡിനർഹരായ KV ആര്യ, MK ഫാത്തിമത്ത് ഷംല, V ഹർഷ, K രോഹിത്, O അർച്ചന, N ശാലിനി എന്നിവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്ന പേരിൽ പെരിന്തൽമണ്ണ BRCയിലെ അധ്യാപകർക്ക് പരിശീലനം നൽകി. ലഹരിക്കെതിരെ യുവജന മുന്നേറ്റം എന്ന ലക്ഷ്യത്തോടെയാണ് സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്ന പേരിൽ പെരിന്തൽമണ്ണ BRCയിലെ അധ്യാപകർക്ക് പരിശീലനം നൽകിയത്. പെരിന്തൽമണ്ണ മേലാറ്റൂർ ഉപജില്ല അധ്യാപകർ പങ്കെടുത്തു. പോലീസ്, എക്സൈസ്, ആരോഗ്യം, യുവജനക്ഷേമം തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പസുകളിൽ ക്യാമ്പയിൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി 2ാം ഘട്ട പരിശീലനം പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കും. പെരിന്തൽമണ്ണ AEO കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി AEO P ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഡോക്ടർ CH അഷ്റഫ് ക്ലാസ് എടുത്തു. AS മുരളി, N ബഷീർ എന്നിവർ പ്രസംഗിച്ചു. SM ഫിറോസ്, S മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്നേഹവർഷം 2014 എന്ന പേരിൽ വിദ്യാലയങ്ങൾ വഴി നൽകുന്ന വിഭവ സമാഹരണത്തിലേക്ക് മങ്കട ഉപജില്ല 5 ലക്ഷം രൂപ നൽകി. സ്നേഹവർഷം 2014 എന്ന പേരിൽ വൃക്കരോഗികൾക്ക് വിദ്യാലയങ്ങൾ വഴി നൽകുന്ന വിഭവ സമാഹരണത്തിലേക്ക് മങ്കട സബ് ജില്ല 5 ലക്ഷം രൂപ നൽകി. പാവപ്പെട്ട വൃക്കരോഗികളെ സഹായിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റിയിലേക്കാണ് 5 ലക്ഷം രൂപ സംഭാവന നൽകിയത്. സബ് ജില്ലയിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും ചേർന്നാണ് സംഖ്യ സ്വരൂപിച്ചത്. സംഖ്യ AEO KS സാജൻ, മങ്കട MLA TA അഹമ്മദ് കബീറിന്റെ സാന്നിധ്യത്തിൽ സൊസൈറ്റി സെക്രട്ടറി ഉമ്മർ അറക്കലിന് കൈമാറി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P ഉസ്മാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TA കരീം, CH മുഹമ്മദ് അലി, കളത്തിൽ മുഹമ്മദ് അലി, BPO മാത്യു P തോമസ് എന്നിവർ പ്രസംഗിച്ചു. കട്ടിലശ്ശേരിയും ഖിലാഫത്ത് സമരവും സെമിനാർ ഒക്ടോബർ 1 രാവിലെ 10 മണിക്ക് പെരിന്തൽമണ്ണ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്വാതന്ത്ര്യസമര സേനാനിയും പെരിന്തൽമണ്ണ സ്വദേശിയുമായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെക്കുറിച്ച് കട്ടിലശ്ശേരിയും ഖിലാഫത്ത് സമരവും എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. കട്ടിലശ്ശേരി മുസ്ലിയാരുടെ സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയാണ് ലക്ഷ്യം. ഒക്ടോബർ 1 രാവിലെ 10 മണിക്ക് പെരിന്തൽമണ്ണ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സെമിനാർ മുൻ ഗവർണർ K ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്രകാരന്മാരായ ഡോക്ടർ KKN കുറുപ്പ്, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ സത്താർ, ഡോക്ടർ ശിവദാസൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നവരെ പോലീസിന് മാത്രമല്ല ഇനി എക്സൈസിനും കൂടി പിടികൂടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമാകാം. പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ ഇനി പോലീസിന്റെ മാത്രമല്ല എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും നിയമ നടപടികൾ ഉണ്ടാകും. പുകയില നിയന്ത്രണം നിയമം നടപ്പാക്കാനുള്ള അധികാരം എക്സൈസ് വകുപ്പിനു കൂടി നൽകി. പുകയില നിയന്ത്രണ നിയമം നടപ്പാക്കാനുള്ള അധികാരം എക്സൈസ് വകുപ്പിനു കൂടി നൽകി സർക്കാർ ഉത്തരവിട്ടു. കേന്ദ്ര പുകയില നിയന്ത്രണ നിയമപ്രകാരം ഗസറ്റഡ് പദവിയിലുള്ള ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും പൊതുസ്ഥലങ്ങളിൽ പുകയില ഉപയോഗിക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കാൻ അധികാരമുണ്ടായിരുന്നെങ്കിലും പോലീസിൽ ഏൽപ്പിക്കാൻ മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് പോലീസുകാരായിരുന്നു. ഇനി മുതൽ എക്സൈസിനും പുകവലിക്കാരെ പിടികൂടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമാവാം. കൂടാതെ ചട്ടവിരുദ്ധമായി പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെയും ഇവ സൂക്ഷിച്ചു വെക്കുന്നവർക്കെതിരെയും കേസ് എടുക്കുവാനുള്ള അധികാരവും ഇനി എക്സൈസിനുണ്ട്. എന്നാൽ മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ പിടികൂടാൻ എക്സൈസിന് ഇപ്പോഴും അധികാരമായിട്ടില്ല.
കേന്ദ്ര സർക്കാരിന്റെ നഗര പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ലോ ഫ്ലോർ ബസ്സുകൾ എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കും. തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ലോ ഫ്ലോർ ബസ്സുകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നഗര പുനരുദ്ധാരണ പദ്ധതിയുടെ ജനറം ഭാഗമായി 400 ലോ ഫ്ലോർ ബസ്സുകൾ കൂടി ലഭിക്കുന്ന മുറയ്ക്ക് എല്ലാ ജില്ലകളിലും സർവീസ് തുടങ്ങും. KSRTCക്ക് കീഴിൽ രൂപീകരിക്കുന്ന കേരള അർബൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായിരിക്കും നടത്തിപ്പ് ചുമതല. നിലവിൽ 320 ബസ്സുകളാണ് ജനറം പദ്ധതിയിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി സർവീസ് നടത്തുന്നത്. KSRTC നേരിട്ടാണ് നടത്തിപ്പ്. നഗരപരിധിയിൽ സർവീസ് നടത്താനാണ് പദ്ധതിയെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും AC ലോ ഫ്ലോർ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. മറ്റ് ബസ്സുകളേക്കാൾ വരുമാനവും ഇതിൽ നിന്നും KSRTCക്ക് ലഭിക്കുന്നുണ്ട്. ജനറം 2ാം ഘട്ട പദ്ധതിയിൽ 1100 ബസ്സുകൾ അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. അതിൽ ആദ്യഘട്ടമായാണ് 400 എണ്ണം അനുവദിച്ചത്. ഇത്രയും ബസ്സുകൾക്ക് ഏകദേശം 200 കോടിയാണ് ചെലവ്. ഇതിൽ 20% തുകയായ 40 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകണം. ഇതിന്റെ നടത്തിപ്പിനായി പ്രത്യേക ഭരണ സംവിധാനം വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അർബൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. 14 ജില്ലകളെ 5 ക്ലസ്റ്റർ ആക്കിയാണ് കോർപ്പറേഷൻ ബസ് സർവീസുകൾ നടത്തുക. KSRTCയിൽ നിന്നുള്ള ജീവനക്കാരെ പുതിയ കോർപ്പറേഷനിൽ മാറ്റി നിയമിക്കും. ഗതാഗത വകുപ്പ് സമർപ്പിച്ച പദ്ധതിക്ക് സർക്കാരിന്റെ അന്തിമാനുമതി ഉടൻ ലഭിക്കും. കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല എന്നതിനാൽ ധനവകുപ്പും പദ്ധതിക്ക് അനുകൂലമാണ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസങ്ങൾ ആഴ്ചയിൽ 6-ൽ നിന്ന് 5 ആക്കാൻ നിർദ്ദേശം. സംസ്ഥാന സർക്കാർ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസങ്ങൾ ആഴ്ചയിൽ 6 എന്നതിൽ നിന്ന് 5 ആയി കുറയ്ക്കാൻ നിർദ്ദേശം. ശനിയാഴ്ച കൂടി അവധി നൽകി പ്രവൃത്തി ദിവസങ്ങൾ 5 ആയി കുറയ്ക്കാനും ഒപ്പം പ്രവൃത്തി സമയം 9:30 മുതൽ 5:30 വരെയായി വർദ്ധിപ്പിക്കാനുമാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ 10 മുതൽ 5 വരെയാണ് സമയം. പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം കുറയുന്നതോടെ സർക്കാർ ഓഫീസുകളിലെ വെള്ളം, വൈദ്യുതി, വാഹന ഉപയോഗം എന്നിവ കുറയും. ഇത് ഭരണ ചെലവ് കാര്യമായി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിൽ ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങൾ നേരത്തെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. 5 പ്രവൃത്തി ദിവസമാകുന്നതിനോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കർശനമായി പരിശോധിക്കണമെന്നും ഓഫീസിൽ നിന്നും ജോലി സമയത്ത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പൊതുഭരണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. തൽക്കാലം ഗവൺമെന്റ് ഓഫീസുകളിൽ ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസം എന്ന നിർദ്ദേശം മുൻപ് പലതവണ വിവിധ സർക്കാരുകൾ പരിഗണിച്ചു വേണ്ടെന്ന് വെച്ചതാണ്. വിവിധ സംഘടനകൾ ദീർഘകാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണിത്. ജോലി സമയം വർദ്ധിക്കുമെങ്കിലും ശനിയാഴ്ച അവധിയെ ജീവനക്കാരും സ്വാഗതം ചെയ്യുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രശസ്ത നോവലിസ്റ്റ് നന്ദനാരെ അനുസ്മരിച്ചു. സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്ന പേരിൽ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്ക് പരിശീലനം. ജില്ലാ പഞ്ചായത്ത് കിഡ്നി ഫണ്ടിലേക്ക് മങ്കട ഉപജില്ല 5 ലക്ഷം രൂപ നൽകി. കട്ടിലശ്ശേരിയും ഖിലാഫത്ത് സമരവും സെമിനാർ പെരിന്തൽമണ്ണയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.